പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഒരുമയോടെ ആയിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ. ഈ കൂട്ടായ്മയില്, ഈ പ്രാർത്ഥനയില് അങ്ങ് തിരുമനസ്സായി ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈ മക്കളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകള്, നിയോഗങ്ങള് വലിയ കൂട്ടായ്മയില് ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയില് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിന്റെ ശക്തമായ മാധ്യസ്ഥത്താല് നിറയപ്പെട്ട ഈ ഒക്ടോബർ മാസത്തില് ജപമാലയുടെ ശക്തമായ സാന്നിധ്യത്തില്, ദൈവകൃപ നിറഞ്ഞ അമ്മയുടെ ശക്തമായ സാന്നിധ്യത്തില് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോ സ്വർഗം തുറന്ന് കനിഞ്ഞ് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മക്കളെ അതിനായിട്ട് അങ്ങ് പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുമ്പോ അങ്ങയുടെ കൂടെ ആയിരിക്കുന്ന ഈ മക്കളെ, ഇവരുടെ മക്കളെ, ഇവരുടെ കുടുംബങ്ങളെ, സാമ്പത്തിക മേഖല, ജോലി മേഖല, പഠന മേഖല, ഇവിടെ ഭാവി ജീവിതം, ഇവിടെ മക്കളുടെ ഭാവി അവസ്ഥകള് എല്ലാം കർത്താവേ അങ്ങയുടെ ശക്തി പ്രകടമാക്കി കൃപയുടെ നിറവില് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങയുടെ മക്കൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബങ്ങള് കർത്താവേ അങ്ങയിൽ ശക്തി പ്രാപിക്കാൻ, അനുഗ്രഹിക്കപ്പെടാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കാവലുമാരാഗമാരെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും കാത്തു സംരക്ഷിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മ ദൈവകൃപ നിറഞ്ഞവളാണ്. കൃപയുടെ നിറവിൽ നിന്നുകൊണ്ട് ഈ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വലിയ ഒരു പ്രാർത്ഥനയാണ് ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ രണ്ട് കാര്യങ്ങൾ, അമ്മയുടെ മാത്രം സ്പെഷ്യാലിറ്റി നമ്മൾ കണ്ടു. എന്താണ്? ദൈവകൃപ നിറഞ്ഞവൾ, രണ്ട്, കർത്താവ് നിന്നോട് കൂടെ. അതിനുശേഷം നമ്മൾ പറയുന്നുണ്ട് സ്ത്രീകൾ ഇനി അനുഗ്രഹീതയാണ്. എലിസബത്ത് മാതാവിന് പ്രകീർത്തിക്കുന്നതാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. പ്രിയപ്പെട്ട മക്കളെ, ഇത് നമ്മൾ സ്വന്തമാക്കേണ്ട ഒരു വലിയൊരു കൃപയുടെ സമൃദ്ധിയാണ്. അതായത് മാതാവ് അനുഗ്രഹിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? അമ്മയുടെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? അതിന് രണ്ട് കാരണങ്ങളാണ് നമ്മൾ കണ്ടു. ദൈവകൃപ നിറഞ്ഞവൾ, കർത്താവ് കൂടെയുള്ളവൾ. അതുകൊണ്ട് അമ്മ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായി. അമ്മയുടെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു അഭിഷേകം നമ്മുടെ കുടുംബത്തിൽ നിറയപ്പെടണം. നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടണം. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെടണം, പുരുഷന്മാരിൽ നീ അനുഗ്രഹിക്കപ്പെടണം, പുരോഹിതരിൽ ഞാൻ അഭിഷിക്തനായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെടണം. പുരുഷന്മാരിൽ, പുരോഹിതരിൽ, സ്ത്രീകളിൽ, യുവമക്കളിൽ, കൊച്ചുമക്കളിൽ, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം. ഈ സ്ത്രീകളിൽ വെച്ച്, ഈ ലോകത്തിൽ ഇന്നുവരെ ജീവിച്ച ഏതൊരു സ്ത്രീകളിലും വെച്ച് അനുഗ്രഹീതയാണെന്ന് മാതാവ് തന്നെ പറഞ്ഞു. ഇപ്പോൾ മുതൽ സകല ജനപദങ്ങളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അതേ മക്കളെ, അതുപോലെ ഈ അമ്മയെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീയില്ല. അതിന്റെ കാരണമാണ് ദൈവകൃപ നിറഞ്ഞു, കർത്താവ് കൂടെ. പ്രിയപ്പെട്ടവർ, ഈ ഒരു അഭിഷേകം നമ്മിൽ നിറഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങള് എല്ലാത്തിലും എല്ലാവരിൽ നിന്ന് അനുഗ്രഹിക്കപ്പെടും. മാത്രമല്ല, ഉദരഫലം, നിങ്ങൾ ഉദരഫലം അനുഗ്രഹിക്കപ്പെടണോ? ഒറ്റ കാര്യം, നിങ്ങൾ ദൈവകൃപ നിറയണം, കർത്താവ് കൂടെ ഉണ്ടാവണം. അപ്പൊ നമ്മുടെ ഉദരഫലം, നമ്മുടെ മക്കളുടെ പഠനം, നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ്, കുടുംബജീവിതം, സകല പ്രവൃത്തികളിലും നമ്മൾ അനുഗ്രഹിക്കപ്പെടും. മക്കൾ അനുഗ്രഹിക്കപ്പെടും, ഭർത്താവ് അനുഗ്രഹിക്കപ്പെടും, ഭാര്യ അനുഗ്രഹിക്കപ്പെടും, മരുമക്കൾ അനുഗ്രഹിക്കപ്പെടും, അമ്മായിപ്പനും അമ്മായിയമ്മയും അനുഗ്രഹിക്കപ്പെടും, പേരക്കിടാങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എപ്പോൾ? ദൈവകൃപ നിറയപ്പെട്ടവരായി നമ്മൾ ഓരോരുത്തരും മാറുമ്പോൾ, കർത്താവ് കൂടെയുള്ള ജീവിതം ജീവിക്കുമ്പോൾ. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മളതിന് ശേഷം പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി അപേക്ഷിക്കണം? എന്തിനു വേണ്ടി അപേക്ഷിക്കാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? പലപ്പോഴും രോഗം മാറാൻ, ചൊറിച്ചിൽ മാറാൻ, കല്യാണം നടക്കാൻ, OET പാസ്സാവാൻ, വിദേശത്ത് പോകാൻ, ജർമ്മൻ പാസ്സാവാൻ,
ഇങ്ങനെ പലതിനും വേണ്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്നാൽ അതിനൊന്നും വേണ്ടിയല്ല ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയണത്. എന്തിനെന്നറിയോ? ദൈവകൃപ അമ്മയിൽ നിറഞ്ഞ പോലെ, കർത്താവ് കൂടെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നത് പോലെ, അതിലൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ട അമ്മ മാതാവേ, ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ട അമ്മ മാതാവേ, ഈ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി അമ്മ അപേക്ഷിക്കണം. ഇതിനു വേണ്ടി ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും ദൈവകൃപ നിറയപ്പെടാനും, ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ, ഞങ്ങളുടെ മക്കളുടെ കൂടെ കർത്താവ് എപ്പോഴും ഉണ്ടാകാനും വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം വരെയും അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ജപമാല ചൊല്ലുമ്പോ ഈ അർത്ഥം വെച്ച് ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള ജപം ചൊല്ലി ഇന്നു മുതൽ പ്രാർത്ഥിച്ചു നോക്ക്. കർത്താവിന്റെ ശക്തമായ ഇടപെടലിൽ അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില് ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ദൈവകൃപയുടെ നിറവ്. രണ്ട്, കർത്താവിന്റെ സാന്നിധ്യം. ഇത് രണ്ടും അമ്മയ്ക്ക് ലഭിച്ചപ്പോ, അമ്മയിൽ നിറഞ്ഞപ്പോ അമ്മ അനുഗ്രഹിക്കപ്പെട്ടു, ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടു. ഈ പാപികളായ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും ഈ രണ്ട് കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ മറിയമേ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ഈ ഒരു അർത്ഥം മനസ്സിലാക്കി ഈ ഒരു നിയോഗം വെച്ച് എന്റെ പൊന്നുമക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, വീടിന് വേണ്ടി, ബിസിനസ്സിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, പഠനത്തിന് വേണ്ടി, എന്തിനും ഏതിനും വേണ്ടി അമ്മ മാതാവിനോട് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഈ ജപമാല ചൊല്ലി ഈ അർത്ഥം മനസ്സിലാക്കി ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഇതിനു വേണ്ടി അപേക്ഷിക്കാൻ പറ. അമ്മയോട്, യോസേപ്പ് പിതാവിനോടും പറ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഉറപ്പ് ഇത് നമുക്ക് ലഭിച്ചാൽ, ഈ ഒരു കൃപ ലഭിച്ചാൽ, ഈ ഒരു അനുഗ്രഹം അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില് നമ്മുടെ കുടുംബത്തില്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, കുടുംബം അനുഗ്രഹിക്കപ്പെടും, സകല പ്രവൃത്തികളും സകല മക്കളും അനുഗ്രഹിക്കപ്പെടും. സത്യം, ഉറപ്പാണ്. പ്രാർത്ഥിക്കാം മക്കളെ, നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യനാഥ, എത്രയോ വലിയ ദൈവിക രഹസ്യങ്ങളാണ് അമ്മ മാതാവിലൂടെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഈശോയെ, അമ്മ മാതാവ് ക്രൈസ്തവ ജീവിതത്തിന്റെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ, വ്യക്തി ജീവിതത്തിന്റെ ഒക്കെ മാതൃകയും വഴികാട്ടിയുമാണ്. അമ്മ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഞങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ, അമ്മ ശക്തി പ്രാപിച്ചതുപോലെ ഞങ്ങൾക്കും ശക്തി ലഭിക്കുവാൻ അമ്മയിലൂടെ തന്നെ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകുന്നല്ലോ. ദൈവകൃപ നിറഞ്ഞ അമ്മ, കർത്താവ് കൂടെയുള്ള അമ്മ, അതുപോലെ തന്നെ ഞങ്ങളും ആ കൃപയാൽ നിറയപ്പെടാനും കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളിൽ ഉറപ്പിക്കപ്പെടാനും അങ്ങ് ആഗ്രഹിക്കുന്നു. അതിന് അങ്ങ് തിരുമനസ്സാകുന്നു. അതിനുവേണ്ടി അമ്മ മാതാവിന്റെ മധ്യസ്ഥവും സഹായവും യാചിക്കാൻ അങ്ങ് ഞങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവകൃപ നിറഞ്ഞ് ജീവിക്കാനും കർത്താവിനെ കൂടെ നിർത്തി ജീവിക്കാനും ഞങ്ങൾക്ക് സാധിച്ചാൽ, കർത്താവേ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ജീവിതങ്ങള്, ഞങ്ങളുടെ മക്കള്, ഉദരഫലം, ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും ഫലമണിയും അനുഗ്രഹിക്കപ്പെടും. കർത്താവേ, ഈ വലിയ സന്ദേശത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ കുടുംബങ്ങള്, ഞങ്ങളുടെ കുടുംബാംഗങ്ങള്, ഞങ്ങൾ ഓരോരുത്തരും ഈ രണ്ട് കൃപയാൽ, അഭിഷേകത്താൽ, അനുഗ്രഹത്താൽ നിറയപ്പെടട്ടെ. ഒന്ന്, ദൈവകൃപയാൽ നിറയപ്പെടട്ടെ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാതെ അങ്ങയുടെ സാന്നിധ്യം ഉറപ്പിക്കപ്പെട്ട് ജീവിക്കാൻ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ മക്കളുടെ കൂടെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ ഉണ്ടാകട്ടെ. എല്ലാ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തിലും യോസേപ്പ് പിതാവിന്റെ മധ്യസ്ഥത്തിലും ദിവ്യകാരുണ്യനാഥ അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ മക്കൾ ദൈവകൃപയാൽ നിറയട്ടെ. കർത്താവിന്റെ കൂടെയുള്ള വാസം അനുഭവിക്കട്ടെ. അങ്ങനെ കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ ഉദരഫലം, ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും, ഞങ്ങളുടെ എല്ലാ ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. ഇപ്പോൾ മാത്രമല്ല, മരണം വരെ, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ. അമ്മ മാതാവേ, ദിവ്യകാന സന്നിധിയില് ഞങ്ങളെല്ലാവരും മുട്ടുകൾ മടക്കി വലിദാഹത്തോടെ അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില്, യോസേപ്പ് പിതാവിന്റെ സാന്നിധ്യത്തില് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ട് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറയപ്പെട്ടവരായി തീരാൻ, ദൈവകൃപ നിറയപ്പെട്ടതായി തീരാൻ, കർത്താവ് കൂടെയുള്ള ജീവിതം ജീവിക്കാൻ അമ്മ മാതാവേ
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദിവ്യകാരുണ്യീശോയെ, അതിനുവേണ്ടിയാണല്ലോ അങ്ങ് ഈ ദിവ്യകാരുണ്യമായി മാറിയത്. ഞങ്ങളുടെ കൂടെ വസിക്കാൻ വേണ്ടി, ഞങ്ങൾക്ക് ജീവൻ തരാൻ വേണ്ടി അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും നൽകി ദിവ്യകാരുണ്യമായിട്ട് ഞങ്ങളിലേക്ക് അങ്ങ് എഴുന്നള്ളി വരുന്നു, ഞങ്ങളുടെ കൂടെ വസിക്കുന്നു. ആ സാന്നിധ്യത്തിലേക്ക്, ആ വലിയ കരുണയിലേക്ക്, ആ വലിയ കൃപയിലേക്ക്, ആ വലിയ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശ്വരാശീർവാദത്തിന് വേണ്ടി പ്രത്യേകിച്ചും ഈ 2 കാര്യങ്ങൾ അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില് ഇതാ കർത്താവ് നമുക്ക് തരികയാണ്. ഇത് ചോദിച്ച് വാങ്ങിച്ച് സ്വീകരിച്ച് കർത്താവിന്റെ ആശീർവാദത്തിനായിട്ട് നമ്മളെല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. പ്രത്യേകിച്ച് മക്കളെ മറക്കാതെ നമ്മുടെ 3 നിയോഗങ്ങള് കർത്താവിലേക്ക് സമർപ്പിച്ചേ. 1, 2, 3. നമ്മുടെ ഒക്ടോബർ മാസം ആരംഭിച്ച അന്ന് മുതൽ ഈ 3 നിയോഗങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം മറ്റെല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവിന്റെ സാന്നിധ്യവും കൃപയും നിറയപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയോടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, 2 വരങ്ങൾക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞവരായി തീരാൻ, ദൈവകൃപ നിറഞ്ഞ ജീവിതങ്ങളായി തീരാൻ കർത്താവേ, അങ്ങയുടെ കൂടെയുള്ള വാസത്തിന് വേണ്ടി, അതിലൂടെ അനുഗ്രഹിക്കപ്പെടാൻ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാൻ, ഉദരഫലം അനുഗ്രഹിക്കപ്പെടാൻ ഈ വലിയ അഭിഷേകം ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, മക്കൾക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് ആരാധിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.